വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണ്. വർഷക്കാലമായാൽ അന്നമനടയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി കണ്ടിരുന്നൊരു സ്ഥലമാണ് കുടുംബി കോളനി. കുടുംബി കോളനി വർഷക്കാലമായാൽ ഇടിഞ്ഞ് 25ഓളം വരുന്ന പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് സൈഡ് ഇടിഞ്ഞ് വീടുകൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടു കൂടി അവിടെ 233 മീറ്റർ നീളത്തിൽ അവിടെ കെട്ടി സംരക്ഷിക്കാൻ കഴിയുന്നത്. അത് അന്നമനടയിൽ ദുരന്ത നിവാരണ രംഗത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇതിനുവേണ്ടി സഹായിച്ച MLAയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും ഗവൺമെൻറ്റിനെയും അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. 14 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. സാധാരണ നിർധരരായ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് മഴക്കാലമാകുമ്പോൾ വളരെ ആകുലതയും ആശങ്കയും അവർക്കുണ്ടായിരുന്നു. നിരന്തരം എന്നെയും പ്രസിഡന്റിനെയും നിരന്തരം രാത്രി കാലങ്ങളിലും വിളിച്ചിരുന്നു. അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിന്നിരുന്ന പുഴയുടെ തീരം ഇടിഞ്ഞു പോകുന്നതായിരുന്നു അവരുടെ പ്രശ്നം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് 75 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. അതിൻ്റെ ശ്രമഫലമായി നമുക്ക് ഈ പുഴയുടെ തീരം കെട്ടാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ അവർക്ക് ആശങ്കയില്ലാതെയും ആകുലതയില്ലാതെയും മഴക്കാലത്തും അവർക്ക് രാത്രി കാലങ്ങളിലായാലും അവർക്ക് കിടക്കാൻ സാധിക്കുന്നുണ്ട്. പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആശങ്കയുണ്ടായിരുന്നു. ഈ ആശങ്കകൾക്ക് ഞങ്ങൾക്ക് പുഴയുടെ സൈഡ് കെട്ട് ഞങ്ങൾക്ക് കെട്ടി കഴിഞ്ഞു. 75 ലക്ഷം രൂപ അനുവദിച്ചത് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റിനെ അല്ലെങ്കിൽ മെമ്പറെ ഒന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കണം. ഈ വീട് ഈ പഞ്ചായത്തും ഇവിടുത്തെ പ്രസിഡൻറ്റും കൂടി മുൻഗണന എടുത്ത് നമ്മുടെ പുഴയുടെ തീരമെല്ലാം കെട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ആശങ്കയെല്ലാം മാറി. ഇപ്പോൾ താൽക്കാലികമായിട്ടല്ല പേടിയും മാറി. മഴക്കാലത്ത് നമുക്ക് ഇനി പേടിക്കാണ്ട് ഇവിടെ നിൽക്കാം. ഒരുവിധം എല്ലാ പണിയും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ലാണ്ട് ഇപ്പോൾ ഇവിടെ ജീവിക്കാം. ഒരു കുഴപ്പം വന്നില്ല ഇപ്പം.